ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം നമുക്ക് സഫലമാവുകയാണെങ്കിൽ എന്തുമാത്രം കോൺഫിഡൻസും സന്തോഷവുമായിരിക്കും അത് നമുക്ക് പ്രദാനം ചെയ്യുക, അല്ലേ? ഞാൻ ഒരു 15-20 ഇയേഴ്സ് മുമ്പ് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ട്രഷർ മാപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇത് ഞാൻ ഒരു 12 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് ബാക്ക് ഒക്കെ പല TV ചാനലുകളിലും ഷെയർ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അത് ചെയ്തിട്ട് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഒത്തിരി പേർ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്തിടയ്ക്കൊക്കെ ചിലർ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, എപ്പോഴും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അവരുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ടായി. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സിമ്പിൾ ട്രിക്കുകളുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പേര് പറയുന്നത് ട്രഷർ മാപ്പ് എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കതൊന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ലൈഫിലുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റഡ് ആക്കാൻ അത് ഉപയോഗിക്കാം. അത് സ്പിരിച്വൽ ആകാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആകാം, എന്തും ആകാം. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെക്കിംഗ് പോകാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ കാട് കയറാൻ ഇഷ്ടമുള്ളവർക്ക്, ഓഫ് റോഡിങ് പോകാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു വെഹിക്കിളാണ്. ഇപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മഹീന്ദ്രയുടെ താർ എന്ന് പറഞ്ഞ ഒരു വെഹിക്കിൾ. അപ്പോൾ ഇത് ഒരു SUV. ഇതിൻ്റെ കൂടെ ഇതാരാണോ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ ഒരു പിക്ചർ, നമുക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യാൻ പറ്റുക. അതല്ല നമ്മുടെ ഫാമിലി ആണെങ്കിൽ ഫാമിലിയുടെ ഒരു പിക്ചർ. ഇത് തന്നെ സെയിം മെത്തേഡ് നമുക്ക് വീട് വെക്കുന്നതിനുമൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്ന മോഡലിലുള്ളൊരു വീടിൻ്റെ പിക്ചർ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മാഗസീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോഗ്രാഫും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെറിയ സൈസിൽ ആണെങ്കിലും ചെയ്യാം, വലിയ സൈസിലാണെങ്കിലും ചെയ്യാം, അതിൽ വലിയ വ്യത്യാസമില്ല. ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വലിയ സൈസിൽ ചെയ്തേ ഉള്ളൂ. അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ട്രഷർ മാപ്പ് എന്ന് എഴുതുക. അതിനോടൊപ്പം തന്നെ ഇത് ആരൊക്കെയാണ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേര് എഴുതുക. അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ന്യൂ മഹീന്ദ്ര താർ എന്നും എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒന്നാണ്, അതിൻ്റെ പവർ ഒന്നും കൂടെ കൂട്ടാൻ ആഡ് ചെയ്യാവുന്ന ഒന്നാണ് എന്തെങ്കിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ. അത് ഒന്നുകിൽ ക്രോസ് ആവാം, അല്ലെങ്കിൽ ഓം എന്നുള്ള സിമ്പിൾ ആവാം, അല്ലെങ്കിൽ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ ആവാം. ഞാൻ ജസ്റ്റ് 3ൻ്റെയും എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ഇത് അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മളിത് എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എന്താണോ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി അതിനകത്ത് എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇത് നമ്മുടെ പുതിയ SUV ആണ്. ഇത് നമ്മൾ ഓഫ് റോഡിങ് ഫ്രീക്വൻ്റ് ആയിട്ട് പോകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എൻജോയ് ചെയ്യുന്നു, ഈ വെഹിക്കിൾ യൂസ് ചെയ്യുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അവസാനം നമ്മൾ യൂണിവേഴ്സിന് അല്ലെങ്കിൽ ഗോഡിന് താങ്ക്സ് എഴുതുക. ഇത് ഓൾറെഡി മാനിഫെസ്റ്റഡ് ആയതിന് എന്നുള്ള രീതിയിൽ താങ്ക്സ് എഴുതുക. അതിന് താഴെ നിർബന്ധമായി നമ്മൾ ചേർക്കേണ്ട ഒരു സെൻറ്റൻസ് ഇതാണ്. നമ്മൾ സ്ക്രീനിലത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മതി. ദിസ് ഇസ് നൗ ബീങ് മാനിഫെസ്റ്റഡ് ഫോർ മീ അല്ലെങ്കിൽ ഫോർ അസ് ഇൻ ടോട്ടലി ഹാർമോണിയസ് ആൻഡ് സാറ്റിസ്ഫൈങ് വേസ് ഫോർ ഓൾ കൺസേൺഡ്. ഇതും നമ്മൾ കമ്പൽസറി ആയിട്ട് അതിൻ്റെ കൂടെ ചേർക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വിഷയമാണെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. അതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു സിഗ്നേച്ചറും ഇടാം. അപ്പോൾ ഇതിങ്ങനെ കളർഫുള്ളായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് വരച്ച് ഇങ്ങനെ കളറൊക്കെ ചെയ്ത് വെക്കാനായിട്ടൊരു റീസൺ ഉണ്ട്. നമ്മൾ എത്ര കളർഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കുന്നോ അത്രയും പെട്ടെന്ന് അത് മാനിഫെസ്റ്റഡ് ആകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. അത് വളരെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണാറുണ്ട്. നമ്മൾ വെറുതെ എഴുതി വെക്കുന്നതും ഇതുപോലെ ഇങ്ങനെ പിക്ചർസ്ക്കായിട്ട് നമ്മൾ കളർഫുള്ളായിട്ട് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പെട്ടെന്ന് മാനിഫെസ്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിദേശത്തുള്ള അവിടുത്തെ കുറേ യുണീക്കായിട്ടുള്ള സീനറീസും അല്ലെങ്കിൽ മോണ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പിക്ചർ വയ്ക്കുക ബാക്ക്ഗ്രൗണ്ടിൽ, എന്നിട്ട് നമ്മുടെ പിക്ചർ അതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി അവിടെയാണ്, നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തും ചെയ്യാം. അപ്പം നമ്മൾ പണ്ട് ഇങ്ങനെ TV ഷോസിൽ ഇത് പറയുമ്പോൾ ചില കുട്ടികൾ എനിക്ക് ഇത്ര % മാർക്ക് കിട്ടി എന്ന് എഴുതി വെച്ചിട്ട് സെയിം % തന്നെ എനിക്ക് കിട്ടി, വലിയ അത്ഭുതമായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാനിത് വീണ്ടും ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു 15 ഇയേഴ്സ് ബാക്ക് ഞാൻ എൻ്റെ മൂത്ത മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു ട്രഷർ മാപ്പ് അബദ്ധത്തിൽ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കയ്യിൽപ്പെട്ടതാണ്. ഇതാണത്, ഒരു ചെറിയ ട്രഷർ മാപ്പാണ്. അപ്പോൾ ഇത് നമ്മളൊരു ബേബിയുടെ ചിത്രം
വെട്ടി വെക്കുകയായിരുന്നു. ജസ്റ്റ് മാഗസിൻ എന്നുള്ളൊരു ബേബിയുടെ ചിത്രം. അത് ഞങ്ങളുടെ ഹെൽത്തി ബേബി ഉണ്ടായി, താങ്ക്ഫുൾ ആണ്, ഗോഡിന് താങ്ക്സ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എഴുതി വെച്ചതാണ്, പണ്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ കളർഫുൾ ആയിട്ട് തന്നെ അന്ന് വരച്ചു വെച്ചാണ്. ഇത് മാനിഫെസ്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ട്രഷർ മാപ്പ് ഉണ്ടാക്കിയാലും അത് മാനിഫെസ്റ്റഡ് ആകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ലെറ്റിംഗ് ഗോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നടക്കണം എന്ന് നമുക്ക് അത്രയും ആഗ്രഹമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ആൻഡ് നമ്മൾ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഗോഡിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ അത്രയും ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണോ നടക്കുക, ഇത് എങ്ങനെയാണോ നടക്കുക, ഇത് നടക്കുമോ ഇല്ലയോ, ഇത് നടന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കാൻ വളരെയധികം കാലതാമസം എടുക്കും. അതല്ല, നമ്മളിത് ചെയ്തു വെച്ചു, ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% അത് നടന്നോളും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മറന്ന് വിടുകയാണെങ്കിൽ അതങ്ങനെ തന്നെ എത്രയും പെട്ടെന്ന് വിതിൻ ഡേയ്സ് അല്ലെങ്കിൽ വിതിൻ വീക്സ് നമ്മുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് അത് മാനിഫെസ്റ്റഡ് ആവും. ഞാൻ തന്നെ ഈ ബേബിയുടെ കാര്യം പറയാൻ കാരണം ഇത് ചെയ്തിട്ട് അത് വെറുതെ മാട്രസിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ചുള്ളൂ. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും എടുത്ത് വെക്കാം, അത് ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല. അത് എടുത്ത് വെക്കുക, പിന്നെ അത് മറന്നേക്കുക. അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഈ മാട്രസിൻ്റെ അടിയിൽ വെച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം ബേബിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഈ മാട്രസ് അമ്മ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടിയിൽ നിന്ന് ഈ പിക്ചർ കിട്ടുന്നത്. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, ഇത് ഈ കറക്റ്റ് ഈ വാവയുടെ പടം നീ എപ്പോഴാണ് എടുത്തത്, ഇത് എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വാവയുടെ പടമല്ല, ജസ്റ്റ് മാഗസീനിൽ നിന്നൊരു പടം എടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്നതുമായിട്ട് അത്രയും റിയലിസ്റ്റിക് ആയിരിക്കും. കാരണം ആ ബേബിയുടെ കറക്റ്റ് അതുപോലെ തന്നെ ഒരു പിക്ചറായിരുന്നു, അല്ലെ പിക്ചറിനെ പോലെ തന്നെ ഒരു ബേബിയായിരുന്നു വന്നത്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രഷർ മാപ്പ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ലൈഫിലും മാനിഫെസ്റ്റഡ് ആവട്ടെ. ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. ടേക്ക് കെയർ. ബൈ.